ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പിസ്സ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിസ്സ സോസ് കടയിൽ നിന്നൊന്നും വാങ്ങണ്ട, വളരെ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി, ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് വലുപ്പത്തിലുള്ള. ഒരു വലിയ ഉള്ളി, ഒരു 10 വെളുത്തുള്ളി, ചെറിയ പിഞ്ച് കഷ്ണം ഇഞ്ചി കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഉള്ളി എന്നിവ ഇട്ട് കൊടുക്കുക. അതിലേക്ക് വെള്ളവും ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വേവിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി, ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ ഒരു മിക്സിങ് ജാർ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഫൈൻ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഇതുപോലെ ഫൈനാക്കി അരച്ചെടുക്കണം. ഇനി ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് നേരത്തെ അരച്ച് വെച്ച മിക്സിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം. കാരണം ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ കാരണം മുളക് പൊടി നേരിട്ടിട്ട് കൊടുത്താൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ ഇതുമായി മിക്സ് ചെയ്യുമ്പോൾ അടിയിൽ പിടിക്കില്ല. രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മുളക് പൊടി നന്നായി ഒന്ന് ഈ പേസ്റ്റിൽ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കണം. പിന്നെ ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഒറിഗാനോ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. എന്നിവ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം. നല്ലവണ്ണം നന്നായി മിക്സായി വരണം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഈ പാക്കറ്റിലുള്ള 3 സോസ് പാക്കറ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അതിട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നന്നായി മിക്സ് ചെയ്ത് വന്നാൽ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.